ജിന്നുബാധയെയും അതിനെതിരെയുള്ള ചികിത്സാരീതികളെയും നിരാകരിച്ച് പ്രസ്ഥാനത്തിൽ ആളെക്കൂട്ടിയവരാണ് മുജാഹിദുകൾ. ജിന്ന് മനുഷ്യരിൽ ബാധിക്കുമെന്ന് പറഞ്ഞാൽ മറഞ്ഞ മാർഗത്തിൽ അല്ലാഹു അല്ലാത്തവരെ കൂടി പങ്കാളിയാക്കലാണത് എന്നായിരുന്നു വഹാബി തൗഹീദ്. ജിന്നുബാധ തട്ടിപ്പാണെന്നും മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജിന്നുബാധകൾ ഒഴിഞ്ഞു പോവുകയാണെന്നും പറഞ്ഞ് സക്കരിയ സ്വലാഹി മുമ്പ് നടത്തിയ പ്രസംഗം കേൾക്കുക. ഇനി വേറെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടുക. ഇന്നിട്ട് ശൈത്താൻ കൂടുകയെന്നാ പറയാ. എന്നിട്ട് ശൈത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്തം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്ക, ശൈത്താൻ ഇളകണവും കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്തത്? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെല്ലോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എന്നാൽ അതേ നാവ് കൊണ്ട് തന്നെ സക്കരിയ ഇപ്പോൾ പറയുന്നത് ജിന്നുകൾ മനുഷ്യരെ ബാധിക്കുമെന്നും അതിന് അടിച്ചിറക്കൽ പോലെയുള്ള ചികിത്സകൾ വേണമെന്നുമാണ്. അതിന് ഹദീസോതി തെളിവുദ്ധരിക്കുന്നു. സക്കരിയയുടെ പ്രസംഗം ശ്രദ്ധിക്കുക. സാബർത്തുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅല ഇബ്നു മുർറ ഉദ്ധരിക്കാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തു. ഫറഅയ്തു ബിൻ ഷൈഅൻ അജബ, ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു. എന്താണ് ഹദീസിൽ അറിയോ? വാത്തത്തുഹു ഇംറാത്തുൻ, നബിയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത് ഇന്ന ബിനി ഹാദാ ബിഹി ലമമുൻ മുൻദു 7 സിനീൻ, എന്റെ ഈ കുട്ടിക്ക് 7 വർഷമായിട്ട് ഒരു തരം ബാധയുണ്ട് നബിയെ. യൗഖുദു കുല്ല യൗമിൻ മറത്തൈനി, ഓരോ ദിവസം 2 തവണയെങ്കിലും അവനത് പിടികൂടുന്നു. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ റസൂൽ പറഞ്ഞു അദ്നിഹി, അവന്റെ അടുത്തേക്ക് ഇരുത്തു. ഫഅദൻതുഹു, പിന്നെ ഞാൻ അതിനെ അടുത്തിരുത്തി. ഫതഫല ഫീഹി, ആ കുട്ടിയുടെ വായിൽ നബി തുപ്പി. വഖാല ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു പുറത്തു പോ. അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. റവാഹുൽ ഹാക്കിം വസഹഹു വവാഫഖഹു അദ്ദഹബി. ജിന്നുബാധയെക്കുറിച്ച് ശംസുദ്ദീൻ പാലത്ത്. ജിന്നുകളെ വയസ്സ് ചിലപ്പോൾ 100 ആവാം, 200 ആവാം, 1000 ആവാം. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനമൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാൻ്റെത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നെ തലമുറയിൽ. കാരണം അത്രയും ആയുസ്സുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് അത്തരം വിഷയങ്ങൾ പറയും, വിശദീകരിക്കാം. ഇപ്പോഴെന്താ ജിന്ന് കൂടാത്തതെന്ന് ചോദിച്ചവരുടെ കേന്ദ്രങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെന്ന സ്ഥലങ്ങളിൽ ജിന്നുകൾ മറഞ്ഞുപോയി എന്ന് നാക്കിട്ടടിച്ചവരുടെ അടുക്കളകൾ ഇപ്പോൾ ജിന്നുബാധയുടെയും അടിത്തിറക്കൽ ചികിത്സകളുടെയും കൂടാരങ്ങളായി മാറിയിരിക്കുകയാണ്.